الله الرحمن الرحيم بل تعثرون الحياة الدنيا والآخرة خير وأبقى. وأيضا قال الله تعالى يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹ ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയ വിശ്വാസിനികളെ, പടച്ചനാഥൻ്റെ വിധിവിലക്കുകളും അവൻ്റെ നിയമ നിർദ്ദേശങ്ങളും നമ്മുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും സൂക്ഷിച്ചുകൊണ്ട് നമുക്ക് മുകളിൽ അത്യുന്നതനായ ഒരു നാഥൻ നമ്മെ സദാ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധ്യത്തോടെ യഥാർത്ഥ മുത്തക്കുകളായി ജീവിച്ചു കൊള്ളണമേ എന്ന് ആദ്യമായി സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരോടും സഗൗരവം ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അവനിഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഹ്ലാദത്തോടെയും ആനന്ദത്തോടെയും ഈ പരിശുദ്ധമായി മസ്ജിദിൽ ഒരുമിച്ച് കൂടിയതുപോലെ ടെൻഷനും അസ്വസ്ഥതകളുമില്ലാത്ത തീർത്തും സമാധാനത്തിൻ്റെ ലോകമായ അനശ്വരമായ അള്ളാഹുവിൻ്റെ സ്വർഗം നേടിയെടുക്കുന്ന മഹാസൗഭാഗ്യവാന്മാരിൽ നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും കുടുംബത്തെയും ഇതുപോലെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. വയനാട്ടിലെ ചുരൽമലയിലെയും മുണ്ടക്കയത്തെയുമൊക്കെ ദുരന്തപൂർണമായ വാർത്തകൾ നമുക്ക് ചില തിരിച്ചറിവുകൾ പകർന്നു നൽകുന്നുണ്ട്. നാം താമസിക്കുന്ന നമ്മുടെ വീടിൻ്റെ ഭിത്തികളും അതിൻ്റെ ഫൗണ്ടേഷനുമൊക്കെ അതെത്ര സുദൃഢമാണെങ്കിലും ശരി, അതൊന്നും നമുക്ക് സുരക്ഷിതമല്ല എന്ന ഒരു തിരിച്ചറിവ്. എന്തെങ്കിലും ഒരു ദുരന്തമുഖത്തേക്ക് എത്തിപ്പെടുമ്പോൾ അതിവേഗത്തിൽ നമുക്ക് ഓടിയെത്താൻ കഴിയുന്ന വാഹനങ്ങൾ നമ്മുടെ കാർപോർച്ചിൻ്റെ മുന്നിലുണ്ടെങ്കിലും ദുരന്തങ്ങളിൽ നിന്ന് നമ്മുടെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് എത്തിക്കാൻ ആ വാഹനങ്ങൾക്ക് സാധ്യമല്ല എന്ന ഒരു തിരിച്ചറിവ്. നമുക്ക് എത്ര കോടിക്കണക്കിന് രൂപ ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും ദുരിതങ്ങളും ദുരന്തങ്ങളും നാം നിലകൊള്ളുന്ന ഈ ഭൂമി ഒന്ന് ചെറുതായി ഒന്ന് ചലിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവനെയും ജീവിതത്തെയും നമ്മുടെ കുടുംബത്തെയും പിടിച്ചു നിർത്താൻ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുന്ന കോടികൾക്ക് ഒരിക്കലും സാധ്യമല്ല എന്ന ഒരു വലിയ തിരിച്ചറിവ് ഈ ചുരൽമലയിലെയും ഈ മുണ്ടക്കയത്തെയും ഉരുൾപൊട്ടലിൻ്റെയും ഈ പ്രകൃതി ദുരന്തങ്ങളുടെയും ഒക്കെ തിരിച്ചറിവ് നമുക്കുണ്ടായിട്ടുണ്ട് സഹോദരങ്ങളെ. എന്നാൽ നാം മനസ്സിലാക്കേണ്ടത്, ഏതെല്ലാം ദുരന്തങ്ങളും നമ്മിലേക്ക് കടന്നു വന്നാലും അള്ളാഹു നമ്മെ സുരക്ഷിതമാക്കാൻ തീരുമാനിച്ചാൽ, ഏതെല്ലാം പ്രതിസന്ധികളുടെ വലയങ്ങൾക്കുള്ളിലാണെങ്കിലും അള്ളാഹു നമ്മെ പരിരക്ഷിക്കുക തന്നെ ചെയ്യും. ഈ ദുരന്തമുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു കുടുംബം, ആ കുടുംബത്തിലെ 14 വയസ്സുള്ള മകൾ പറയുന്നത്, രാത്രിയിലെ വലിയ ഘോരമായ ശബ്ദം കേട്ടിട്ട് മുകളിലത്തെ നിലയിലേക്ക് എൻ്റെ ഉമ്മ ഓടി വന്ന് എന്നെ വിളിക്കുകയാണ്.
ആ വീടിൻ്റെ മേൽക്കൂര തകർന്നു വീഴുന്നു. അതിനിടയിൽ നിന്ന് ഞാനും എൻ്റെ ഉമ്മയും പുറത്തേക്ക് കടന്നു. കഴുത്തോളം ചെളിയിൽ ഞാൻ ആഴ്ന്നുപോയി. അതിനിടയിൽ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞു, മോളെ നീ എന്നെ നോക്കരുത്, മോളുടെ സുരക്ഷിതത്വത്തിന് എവിടെയെങ്കിലും പിടിച്ച് രക്ഷപ്പെടണം. ആ ദുരന്ത കയത്തിലും ആ ഉമ്മയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ സ്നേഹം നമുക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ആ മകള് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പറയുന്നത്, ഇലക്ട്രിക് കണക്ഷൻ വിച്ഛേദിച്ചു പോയ ആ ഒരു ഇലക്ട്രിക്കിൻ്റെ ആ ലൈനിലൂടെ ഞാനും എൻ്റെ ഉമ്മയും കരകയറി വന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മിടുക്കോ നമ്മുടെ കഴിവോ അല്ല അവിടെ. അള്ളാഹു ഒരു മനുഷ്യനെ സുരക്ഷിതമാക്കാൻ തീരുമാനിച്ചാൽ, നമ്മുടെ സമയവും നമ്മുടെ അവധിയും എത്തിയിട്ടില്ലെങ്കിൽ അള്ളാഹു നമ്മെ സുരക്ഷിതമാക്കുമെന്ന തിരിച്ചറിവാണ് ഈ സംഭവങ്ങൾ നമുക്ക് പകർന്നു നൽകുന്നത്. പലപ്പോഴും നാം റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ ഒരുപാട് അപകടങ്ങൾ മിന്നിമറയാറുണ്ട്. ആ മിന്നിമറയുന്നതിനിടയിൽ റോഡിൽ അരഞ്ഞു പോകേണ്ട ചില സന്ദർഭങ്ങൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ അള്ളാഹുവിൻ്റെ കാവല് കൊണ്ട്, റബ്ബിൻ്റെ സംരക്ഷണം കൊണ്ട്, അതേ റബ്ബിൻ്റെ സുരക്ഷാ കവചത്തിൻ്റെ ഉള്ളിലായി അള്ളാഹു നമ്മളെ സംരക്ഷിക്കുകയുണ്ടായി. അതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. സൂറ യൂസുഫിലൂടെ റബ്ബ് നമ്മെ പഠിപ്പിക്കുന്നത്, ഫല്ലാഹു ഖൈറുൻ ഹാഫിള, ഫല്ലാഹു ഖൈറുൻ ഹാഫിള വഹുവ അർഹമുർ റാഹിമീൻ. ഫല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആലയാണ് ഖൈറുൻ ഹാഫിള, നിങ്ങളെ സംരക്ഷിക്കുന്നതിൽ, നിങ്ങൾക്ക് സംരക്ഷണ കവചം ഒരുക്കി തരുന്നതിൽ ഏറ്റവും ഖൈറായവൻ റബ്ബാണ്, പടച്ച റബ്ബാണ് എന്ന് പറഞ്ഞിട്ട് റബ്ബ് വീണ്ടും പറയുന്നത്, വഹുവ അർഹമുർ റാഹിമീൻ, അവൻ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവരാണ്. കരുണ ചെയ്യുന്നവരിൽ വെച്ച് റബ്ബ് ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവരാണ്. ആ കാരുണ്യത്തിൻ്റെ കവചത്തിലാണ്, ആ കാരുണ്യത്തിൻ്റെ സംരക്ഷണത്തിലാണ് പ്രിയമുള്ളവരെ ഈ ഭൂമിയുടെ മേൽപ്പുറത്ത് നാം സുരക്ഷിതമായി നിർഭയത്വത്തോടുകൂടി ജീവിക്കുന്നത്. അതങ്ങ് വയനാട് ബുദ്ധിമുട്ടുള്ള മണ്ഡലങ്ങളാണ്, പ്രദേശങ്ങളാണ്. പക്ഷേ ആറ്റിങ്ങൽ ടൗണിലൊന്നും പ്രശ്നങ്ങളില്ല, നാമൊക്കെ സുരക്ഷിതമാണ് എന്ന് പലപ്പോഴും നമ്മുടെ മനസ്സ് നമ്മളോട് ഉപദേശിക്കാറുണ്ട്. നാം ഒന്ന് ചിന്തിച്ചു നോക്കുക പ്രിയമുള്ളവരെ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, ഭൂമി അതിൻ്റെ ഒരു ചെറിയ പ്രകമ്പനം നടത്തിയാൽ, വഖറജത്തിൽ അർളു അസ്ഖാലഹ, ഭൂമിയുടെ മേളിൽ ഭാരമായി നിൽക്കുന്ന ബിൽഡിങ്ങുകളും ഫ്ലാറ്റുകളും കോംപ്ലക്സുകളും ഒക്കെ അത് വലിച്ചു പുറത്തേക്ക് വലിച്ചെറിയും. തകർന്നു പോയ വീടിന്റെ ഉള്ളിൽ നിന്ന് ജീവൻ രക്ഷയ്ക്ക് വേണ്ടി ഓടിപ്പോയ മനുഷ്യൻ വിളിച്ചു പറയും, വഖാലൽ ഇൻസാനു മാലഹ, ഈ ഭൂമിക്ക് എന്ത് സംഭവിച്ചു? ഈ ഭൂമി ഇന്നലെ വരെ ഒരു കുഴപ്പവുമില്ലായിരുന്നു, എന്ത് സംഭവിച്ചു? അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ ഇവിടെ ഉയർന്നു നിൽക്കുന്ന 1 കോടിയുടെയും 1.5 കോടിയുടെയും ഫ്ലാറ്റുകൾ 1 രൂപയ്ക്ക് പോലും വിലയില്ലാത്ത അവസ്ഥയിലേക്കായി മാറും. അതിനും കഴിവുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം പ്രിയമുള്ളവരെ. ഇത്തരം പ്രതിസന്ധികളിൽ നമുക്കുണ്ടായ വലിയൊരു തിരിച്ചറിവ്, നാം ആരും ഇവിടെ സുരക്ഷിതരല്ല, നമുക്ക് സുരക്ഷിതമായ ലോകം ഇതല്ല, നമുക്ക് സുരക്ഷിതമായ മരണാനന്തരം ഒരു ലോകമുണ്ട് എന്ന വലിയൊരു സന്ദേശമാണ് ചൂരൽമലയിലും അതുപോലെ വയനാടിൻ്റെ പ്രദേശങ്ങളിലെയും ഈ ദുരിതങ്ങളും ദുരന്തങ്ങളും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് പ്രിയമുള്ളവരെ, നമ്മുടെ ജീവനും ജീവിതവും
ഒരു ഗ്യാരണ്ടിയുമില്ല. ഏത് നിമിഷവും നാം അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകും. ഇക്കഴിഞ്ഞുപോയ ഞായറാഴ്ച പോലും എൻ്റെ കുടുംബ ബന്ധുവായ ഒരു സഹോദരൻ അസർ നമസ്കാരത്തിന് വുളൂ ചെയ്തതിന് ശേഷം അദ്ദേഹം അവിടെ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്ന് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. അവിടെ പകച്ചിരുന്നു പോയ ആ സഹോദരനെ ആരൊക്കെയോ ഒന്ന് തട്ടി നിവർത്താൻ ശ്രമിക്കുമ്പോൾ അവരുടെ കൈകളിലേക്ക് മറിഞ്ഞു വീണുപോയി. ഇത്രമാത്രമേ നമ്മുടെ ജീവനും ജീവിതത്തിനും ഗ്യാരണ്ടിയുള്ളൂ. വയനാടിലെ കൈകളും കാലുകളും മുറിഞ്ഞുപോയ, അവരാരാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഉടലുകളും കഴുത്തുകളും കൈകാലുകളും നുള്ളിപ്പിറക്കിയെടുത്ത് 10-20ഓളം സഹോദരന്മാരെ സമൂഹ പ്രാർത്ഥനകളിലൂടെ പ്രാർത്ഥന നടത്തിയിട്ട് ശ്മശാനങ്ങളിലേക്ക്, ഖബർസ്ഥാനുകളിലേക്ക് ഖബറടക്കം ചെയ്യുമ്പോൾ നമുക്കവരെ തിരിച്ചറിയില്ലെങ്കിലും അവരെ സൃഷ്ടിച്ച നാഥനായ റബ്ബിന് അവരാരാണ് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ കഴിയും. ഇവിടെ നമുക്കുണ്ടാകേണ്ട വലിയൊരു തിരിച്ചറിവ്, ഇത് നശ്വരമാണ്. ഇവിടെ നിന്ന് നാം യാത്ര പോകേണ്ടവരാണ്. നമുക്കുണ്ടാകേണ്ട വലിയൊരു തിരിച്ചറിവാണ് നാം ഒരു വിദേശിയെ പോലെയാണ് നാം ഇവിടെ ജീവിക്കേണ്ടത്. ദുബൈയിലും സൗദിയിലും പണിയെടുക്കുന്ന പ്രവാസികൾക്കറിയാം, ഇതെൻ്റെ നാടല്ല. ഇവിടെ നിന്ന് ഞാൻ പണിയെടുത്ത് എൻ്റെ നാട്ടിലേക്ക് പോകണം. അവിടെ കുഞ്ഞുങ്ങളോടും മാതാപിതാക്കളോടുമൊപ്പം സന്തോഷത്തോടൊപ്പം അവിടെ കഴിയണം എന്നൊരു പ്രവാസിക്കറിയുന്നത് പോലെ ലോകത്തിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തിയത് നീ ഒരു വിദേശിയെ പോലെ വേണം ഇവിടെ ജീവിക്കാൻ. ഏത് നിമിഷവും ഇതെല്ലാം തകർന്ന് മണ്ണിനോട് അലിഞ്ഞു ചേർന്നു പോകും. എല്ലാ സ്വപ്നങ്ങളും തകർന്നു പോകും. വല്ലാഖിറത്തു ഖൈറും വഅബ്ഖാ, പരലോകമാണ് ഖൈറായതും വഅബ്ഖാ, എന്നെന്നും ശേഷിക്കുന്നതും. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ബൽ തുഅസ്സിറൂനൽ ഹയാത്തദ് ദുനിയ. പക്ഷേ ഈ മുന്നറിയിപ്പുകളും ഈ പ്രതിസന്ധികളും ഒക്കെ നിങ്ങളിലേക്ക് കടന്നു വന്നാലും നിങ്ങൾ ദുനിയാവിനാണ് പരിഗണന നൽകുന്നത്. ഈ ലോകത്തിനാണ് നിങ്ങൾ പരിഗണന നൽകുന്നത്. നിങ്ങളുടെ മനസ്സിന്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഇവിടെ കെട്ടിപ്പടഞ്ഞിരിക്കുന്നു. പക്ഷേ വല്ലാഖിറത്തു, പരലോകമാണ്, മരണാനന്തരമായ ലോകമാണ്, ഖൈറും വഅബ്ഖാ, എന്നെന്നും ശാശ്വതമായതും ഉത്തമമായതുമായ ലോകമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ഒരു അറബി കവി ഈ ലോക ജീവിതത്തിന്റെ ആ നശ്വരമായ ഒരു അവസ്ഥയെക്കുറിച്ച് ഒരു അറബി എഴുത്തുകാരൻ അയാൾ വർണ്ണിക്കുകയാണ്. ഒരു അറബി യുവാവ് പ്രഭാതത്തിൽ യാത്ര പോവുകയാണ്. അയാളുടെ വിലപിടിപ്പുള്ള വാഹനത്തിൽ അയാൾ മുൻപോട്ട് യാത്ര പോകുമ്പോൾ, കുറച്ചു ദൂരം മുൻപോട്ട് ചെല്ലുമ്പോൾ ഒരു യുവതി അയാളുടെ കാറിന് കൈ കാണിക്കുകയാണ്. കൈ കാണിച്ചിട്ട് ആ യുവതി, അദ്ദേഹം വാഹനം നിർത്തി ഗ്ലാസ് താഴെത്തിയതിനു ശേഷം ആ സ്ത്രീ പറഞ്ഞു, നിങ്ങളോടൊപ്പം ഞാനും യാത്ര ചെയ്യാം. നിങ്ങളുടെ കൂടെയുള്ള യാത്ര നിങ്ങൾക്ക് സന്തോഷകരമാകും. ആ യാത്രികൻ ചോദിച്ചു, മൻ അൻതി, നീ ആരാണ് എന്ന് ചോദിക്കുമ്പോ ആ സ്ത്രീ പറഞ്ഞത്, അന സൗജുക, ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്. ആ സ്ത്രീയുമായി യാത്ര തുടർന്നു. ആ വാഹനം മുൻപോട്ട് പോകുമ്പോ വീണ്ടും വഴിയിൽ ഒരാൾ കൈ കാണിച്ചു. ഒരു ചെറിയ കുട്ടിയാണ്. ആ ചെറിയ കുട്ടിയെ കൈ കാണിച്ചിട്ട് അദ്ദേഹം വാഹനം നിർത്തി ചോദിച്ചു, എന്താണ് മോനെ എന്ന് ചോദിക്കുമ്പോ, ഞാനും നിങ്ങളുടെ കൂടെ യാത്ര വരാം. അപ്പോഴും ആ മനുഷ്യൻ ചോദിക്കുന്നു, മൻ അൻത, മോനെ നീ ആരാണെന്ന് ചോദിക്കുമ്പോ, അന വലദുക്, ഞാൻ നിങ്ങളുടെ മകനാണ്. നിങ്ങളുടെ യാത്രയിൽ ഞാനും കൂടി ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ യാത്രയ്ക്കൊരു സന്തോഷകരമായ അവസ്ഥയുണ്ടാകും. ആ കുട്ടിയെയും കയറ്റി യാത്ര ആരംഭിച്ചു. ആ അറേബ്യൻ, ആ എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ എഴുത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്,
വാഹനം മുൻപോട്ട് പോകുമ്പോ വീണ്ടും ഒരാൾ തടയുന്നുണ്ട്. അവിടെയും അദ്ദേഹത്തിന്റെ വാഹനം നിർത്തി അദ്ദേഹം ചോദിച്ചു, താങ്കൾ ആരാണെന്ന് ചോദിക്കുമ്പോ, താങ്കൾക്ക് എന്നെ അറിയില്ലേ? അനമാലുക്, ഞാൻ നിന്റെ ധനമാണ്. നിന്റെ യാത്രയിൽ, നിന്റെ ജീവിതത്തിൽ ആഹ്ലാദം പകരുന്നത്, സന്തോഷം പകരുന്നത്, നിന്റെ ജീവിതത്തിന് പൊലിമ കൂട്ടുന്നത് ഞാനാണ്. നിന്റെ യാത്രയിൽ ഈ സമ്പത്ത് കൂടി ഉണ്ടായാൽ നിന്റെ യാത്രയ്ക്കൊരു സന്തോഷകരമായ അവസ്ഥയുണ്ടാകും. ആ ധനത്തെയും ആ വാഹനത്തിൽ കയറ്റി വാഹനം കുറച്ചുകൂടി മുൻപോട്ട് പോകുമ്പോ വീണ്ടും ഒരാൾ കൈ കാണിച്ചിട്ട് ചോദിച്ചു, മന്നന്ത, നീ ആരാണെന്ന് ചോദിക്കുമ്പോ ആ യാത്രികൻ പറഞ്ഞാൽ, ദീനുക്, ഞാൻ നിന്റെ മതമാണ്. ഞാനാണ് നിന്നെ ശരിയായ ലക്ഷ്യത്തിലേക്ക് വഴി കാണിക്കുന്നത്. ഞാനാണ് നിനക്ക് മാർഗം കാണിക്കുന്നത്. ഞാനാണ് നിനക്ക് ഇരുളിൽ നിന്ന് വെളിച്ചം പകർന്നു നൽകുന്നത്. ഞാനാണ് നിനക്ക് ലക്ഷ്യം പകർന്നു തരുന്നത്. ആ യാത്രക്കാരനായ മനുഷ്യൻ പറഞ്ഞു, എൻ്റെ കാറിൽ ഏകദേശം എല്ലാവരും ഫില്ലായി. ഇപ്പൊ തൽക്കാലം നീ എന്നോടൊപ്പം വരണ്ട എന്ന് പറഞ്ഞ ആ മതത്തെ അങ്ങ് മാറ്റിവെക്കുകയാണ്. യാത്ര മുൻപോട്ട് തുടർന്നു. ആ വാഹനത്തിന്റെ മുന്നിലേക്ക് ഒരാൾ എടുത്തു ചാടി. വാഹനം പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. എന്നിട്ട് വീണ്ടും ആ മനുഷ്യൻ ചോദിച്ചു, നീ ആരാണ്? ആ മനുഷ്യനോട് പറയുകയാണ്, നീ കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം താങ്കൾ. അപ്പോഴും ചോദിക്കുന്നു, എൻ്റെ വാഹനത്തിൽ ഞാൻ യാത്ര ചെയ്യുമ്പോ എൻ്റെ വാഹനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറയാൻ നീ ആരാണെന്ന് ചോദിക്കുമ്പോ ആ ആതിഥേയൻ പറയുകയാണ്, അനമൗതുക്, ഞാൻ നിന്റെ മരണമാണ്. ഞാൻ നിന്റെ മലക്കുൽ മൗത്താണ്. ആ മക്കളെയും കുടുംബത്തെയും ഭാര്യയെയും ഒക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ആ മനുഷ്യന്റെ ജീവിതയാത്ര അവിടെ അവസാനിച്ചുകൊണ്ട് അയാൾ മരണത്തിലേക്ക് പോകുമ്പോ അയാളുടെ മനസ്സ് സങ്കടപ്പെടുന്നുണ്ട്. ഞാൻ എല്ലാവരെയും സ്വീകരിച്ചിട്ട്, ഞാൻ എൻ്റെ മതത്തെ ഖുതുബകളിലൂടെ ഞാൻ കേട്ട, വിശുദ്ധ ഖുർആനിലൂടെ ഞാൻ കേട്ട എൻ്റെ മതത്തെ ഒരു ചെവി കൊണ്ട് കേട്ട് മറു ചെവി കൊണ്ട് ഞാൻ കളഞ്ഞു. പക്ഷേ എൻ്റെ കുടുംബവും എൻ്റെ മക്കളും, അവർക്ക് വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ജീവിതം. ഒരു മെഴുകുതിരി പോലെ എൻ്റെ ജീവിതം കത്തിയമർന്നു. പക്ഷേ ഞാനിതാ മരണത്തിലേക്ക് മടങ്ങി പോവുകയാണ്. ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, പ്രിയമുള്ളവരെ, മരണം ഓരോ മനുഷ്യരുടെയും മുന്നിലേക്ക് വരുമ്പോ ആ മനുഷ്യൻ നിലവിളിക്കും, റബ്ബി ലൗലാ അഖർതനീ ഇലാ അജലിൻ ഖരീബ്, പടച്ചവനെ കുറച്ചു നേരത്തേക്ക് എന്നെ ഒന്ന് പിന്തിച്ചാൽ, ഫഅസ്വദ്ദക, ഞാൻ നിന്റെ മാർഗത്തിൽ ദാനം ചെയ്യാം. പടച്ച റബ്ബേ, നിന്റെ യഥാർത്ഥ ആ വിശ്വാസം ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് വഅകും മിനസ് സാലിഹീൻ, ഞാൻ സച്ചരിതരിൽ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെട്ടുകൊള്ളാം. എന്നാ മനുഷ്യൻ മരണം മുന്നിലേക്ക് വരുമ്പോ പറയും. ഓരോ മനുഷ്യരുടെയും മരണത്തിന്റെ അവസ്ഥകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവരുടെ മുന്നിൽ അവർ കാണുന്നത് എന്താണെന്ന്, അവർ കേൾക്കുന്നത് എന്താണെന്ന്, അവരുടെ മുന്നിലെ സന്തോഷകരമായ അവസ്ഥയാണോ അതോ ദുഃഖകരമായ അവസ്ഥയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുകയില്ല. പ്രിയമുള്ളവരെ, ആ സമയത്ത് ആ മനുഷ്യൻ വിലപിക്കുമ്പോ റബ്ബവനോട് പറയുന്നത്, വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ, നമ്മുടെയൊക്കെ അവധി എത്തിക്കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ സമയം എത്തിക്കഴിഞ്ഞാൽ, ഒരു കണ്ണിമ വെട്ടുന്ന നേരം പോലും അസർ നമസ്കാരത്തിന് വുളൂ ചെയ്ത് നമസ്കാരത്തിലേക്ക് വരാൻ വേണ്ടി ഒന്ന് കൈകുത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചപ്പോ എൻ്റെ ജ്യേഷ്ഠ സഹോദരനായ ആ സഹോദരന് ആ വുളൂ എടുക്കുന്ന സ്ഥാനത്ത് നിന്ന് എഴുന്നേൽക്കാൻ കഴിയാതെ വന്നു. അയാളുടെ അജല് അത്രമാത്രമേ ഉള്ളൂ. കൂടെയുള്ള സഹോദരന്മാരുടെ കയ്യിലേക്ക് അദ്ദേഹം മറിഞ്ഞു വീണുവെങ്കിൽ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത്, ഈ പറഞ്ഞ വയനാട് 300ഓളം 400ഓളം സഹോദരന്മാർ മരണപ്പെട്ടിട്ടും അവരുടെ അവയവങ്ങൾ നുള്ളിപ്പിറക്കിയെടുത്ത് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയി അടക്കം ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടും നാം ചിന്തിക്കേണ്ടത്, നമ്മുടെ അവസാനം എപ്രകാരമായിരിക്കും? ഈ ലോകത്ത് നിന്ന് വിടവാങ്ങുമ്പോൾ എൻ്റെ അവസ്ഥ എപ്രകാരമായിരിക്കും? പ്രിയമുള്ളവരെ, ഈ ലോകത്ത് നിന്ന് നാം യാത്ര പോകുമ്പോൾ, നാം മടങ്ങിപ്പോകുമ്പോൾ നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം. എന്താണ്? ഭയമില്ലാതെ സമാധാനത്തോടെ എൻ്റെ കർമ്മങ്ങളിൽ
പ്രകടനാത്മകതകളില്ല. എൻ്റെ കർമ്മങ്ങളിൽ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു ദാനധർമ്മവും ചെയ്തിട്ടില്ല. കയ്യടി കിട്ടുവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ആരാധനകളും ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ജീവിതം മുഴുവനും എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടായിരുന്നു. ഇന്ന സ്വലാത്തി വനുസുകി വമഹയ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. ആ റബ്ബിൻ്റെ പ്രീതിക്കും അവൻ്റെ പൊരുത്തത്തിനും അവൻ്റെ തൃപ്തിക്കും വേണ്ടിയിട്ടായിരുന്നു എൻ്റെ ജീവിതം. ഈ ലോകത്ത് നിന്ന് അല്ലാഹുവിൻ്റെ റസൂല് വിടവാങ്ങുന്ന സമയം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയ മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂലിൻ്റെ കരങ്ങളിലേക്ക് തടകിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് എൻ്റെ ഉപ്പയ്ക്ക് വല്ലാത്ത രോഗമാണ്, ശിഫ ചെയ്യണം റബ്ബേ എന്ന് ഏങ്ങിക്കരയുമ്പോൾ ആ മകളെ പിടിച്ച് പ്രവാചകൻ ചേർത്തു പിടിച്ചുകൊണ്ട് ചരിത്രം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. റസൂലിൻ്റെ അണപ്പല്ലുകൾ പുറത്തു കാണുമാറ് ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ ആ പ്രവാചകൻ തൻ്റെ മകളോട് പറഞ്ഞു, മോളെ, ഞാൻ നാളെ റഫീഖുൽ അഅല അള്ളാഹുവിൻ്റെ ഉന്നതിയിലേക്ക് ഞാൻ മടങ്ങി പോകുന്നുണ്ട്. അതെ, 40-ാമത്തെ വയസ്സു മുതൽ 63-ാമത്തെ വയസ്സ് വരെ 23 വർഷക്കാലം കല്ലേറുകൊണ്ട് കൂക്കുവിളിയേറ്റുകൊണ്ട് കുടൽമാല പ്രവാചകന്റെ ശരീരത്ത് ചാർത്തപ്പെട്ടുകൊണ്ട് അവിടെയൊക്കെയും നിങ്ങളിൽ അത്തയെയും ഉസ്സയെയും മനാത്തിനെയും ആരാധിക്കല്ലേ, ഏകനായ റബ്ബിനെ മാത്രമാണ് ആരാധിക്കേണ്ടത്, ആ റബ്ബിന്റെ മുന്നിലാണ് സുജൂദ് ചെയ്യേണ്ടത് എന്ന ദഅവത്ത് കൃത്യമായി അല്ലാഹു ഏൽപ്പിച്ച ഡ്യൂട്ടി നിർവഹിച്ചതിന്റെ ആനന്ദമായിരുന്നു, ആഹ്ലാദമായിരുന്നു. ആ സമയം ആ മകൾ വല്ലാതെ വിതുമ്പുന്നുണ്ടായിരുന്നു. വീണ്ടും ആ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, മോളെ, ഞാൻ അള്ളാഹുവിലേക്ക് യാത്രയായാൽ എൻ്റെ കുടുംബത്തിൽ നിന്ന്, എൻ്റെ അഹ്ലുകാരിൽ നിന്ന് എൻ്റെ അടുക്കലേക്ക് ആദ്യമായി മടങ്ങി വരുന്നത് ഫാത്തിമ മോളെ നീയാണെന്ന് പറയുമ്പോ ആ മകളുടെ മുഖത്ത് സന്തോഷവും ആഹ്ലാദവും കടന്നു വന്നുവെങ്കിൽ നാം ചിന്തിക്കേണ്ടത്, നമുക്ക് ഇപ്രകാരം ഒരു വാർത്ത കേട്ടാൽ ഞാൻ മരിച്ചു പോകുമോ? മരണത്തെക്കുറിച്ചുള്ള ഭയപ്പാടായിരുന്നില്ല, മരണത്തെക്കുറിച്ചുള്ള സന്തോഷമായിരുന്നു. മരണാനന്തരം വരാനോകുന്ന ലോകം സമാധാനത്തിന്റെ ലോകമാണ്, നിർഭയത്വത്തിന്റെ ലോകമാണ്, വർഗീയതയില്ലാത്ത, രോഗങ്ങളില്ലാത്ത, ഉരുൾപൊട്ടലുകളില്ലാത്ത നിർഭയത്വത്തിന്റെ ലോകമെന്ന വലിയൊരു സന്തോഷമാണ് അള്ളാഹുവിന്റെ റസൂല് തന്റെ അനുചരന്മാരെ പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, അതുകൊണ്ട് തന്നെ മരണം നമ്മളിലേക്ക് കടന്നു വരുമ്പോ നമുക്ക് സന്തോഷത്തോടെ ഭയമില്ലാതെ ഹോസ്പിറ്റലിന്റെ ഐസിയുവിലും വെന്റിലേറ്ററിലും കിടക്കുമ്പോൾ ഇനി എൻ്റെ വീട്ടിലേക്ക് പോകാൻ കഴിയില്ല, ഞാൻ ആംബുലൻസിലേക്ക് ഇങ്ങോട്ട് വന്നതുപോലെ എന്നെ തിരിച്ചു വീണ്ടും ആംബുലൻസിലേക്ക് എൻ്റെ തണുത്തുറഞ്ഞ ശരീരം കൊണ്ടുപോകുമെന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ട് സങ്കടം കൊണ്ട് വിതുമ്പുകയല്ല ഒരു മുഅ്മിൻ, ഒരു മുവഹ്ഹിദ് ചെയ്യുന്നത്. അവൻ്റെ ജീവിതത്തിൽ അവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ ഓരോന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിലേക്ക് എത്രയെത്രയോ മനുഷ്യരെയാണ് ഞാൻ ക്ഷണിച്ചത്. എൻ്റെ റബ്ബിലേക്ക് ഞാൻ എത്രയെത്രയോ മനുഷ്യരെയാണ് ക്ഷണിച്ചത്. അഗ്നിയിലേക്ക് ചാടിക്കൊണ്ടിരുന്ന മനുഷ്യരെ തൗഹീദിലേക്ക് ഞാൻ കൊണ്ടുവന്നു എന്ന മനസ്സിൻ്റെ ആഹ്ലാദങ്ങളും ആനന്ദങ്ങളും റൂഹി ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ നമുക്ക് ഭയമില്ലാതെ റബ്ബിലേക്ക് യാത്രയാകണമെങ്കിൽ സൽക്കർമ്മങ്ങൾ ഉണ്ടാകണം. പ്രിയമുള്ളവരെ, ഐഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പ്രവാചകനോട് പറഞ്ഞു, റസൂലേ, മരണത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ ചെറിയ ഭയപ്പാടുണ്ട്. കാരണം റബ്ബിനെ കാണാനുള്ള വല്ലാത്ത ആഗ്രഹം മരണത്തോടു കൂടിയിട്ടാണല്ലോ. ആ ഭയപ്പാട് അള്ളാഹുവിൻ്റെ അതൃപ്തിക്കിരയാകുമോ എന്ന് ചോദിക്കുമ്പോൾ ഐഷ റളിയല്ലാഹു അൻഹയോട് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, യാ ഐഷ, ഇന്നാ ലനക്റഹുൽ മൗത്ത്, അല്ലാഹുവിൻ്റെ റസൂലേ, മരണത്തെ വല്ലാത്ത ഭയപ്പാടാണെന്ന് ചോദിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസദാക്ക്, കാര്യം അങ്ങനെയല്ല ആയിഷ, വലാകിന്നൽ മുഅ്മിൻ, ഒരു മുഅ്മിൻ മരണാസന്നനാകുന്ന സമയത്ത് ഇദാ ഹളറഹുൽ മൗത്ത്, മരണം അയാളിലേക്ക് ഹാജരാകുമ്പോൾ ബുശ്റ ബിഹി റിദ്വാനില്ലാഹി വകറാമാതിഹി, പടച്ചനാഥന്റെ സന്തോഷവും അവൻ്റെ ആദരവും അവനിൽ സംഭവിക്കും. മരണപ്പെട്ടു പോയിട്ടില്ല, മരണപ്പെടുന്നതിന് മുമ്പ് ആ മനുഷ്യന്റെ ചുറ്റും
മലായിക്കത്തുകളുടെ സന്തോഷങ്ങളും ആഹ്ലാദങ്ങളും അവനിലുണ്ടാകും. മരണം കടന്നു വരുന്നതിനു മുമ്പ് അയാൾക്ക് അള്ളാഹുവിൻ്റെ ആദരവും റബ്ബിൻ്റെ തൃപ്തിയും ഉണ്ടാകും. അള്ളാഹുവിനെ മറന്നു ജീവിച്ചവർ, റബ്ബിനെ മറന്നു ജീവിച്ചവർ, റബ്ബിൻ്റെ തൗഹീദ് ഉൾക്കൊള്ളാതെ മതം ഇന്നതാണെന്ന് സങ്കല്പിച്ച് ജീവിച്ചവർ, അള്ളാഹുവിനെ ധിക്കരിച്ചവർ, മരണസമയത്ത് അള്ളാഹുവിൻ്റെ കോപവും അവൻ്റെ അതൃപ്തിയുമാണ് ഉണ്ടാകുന്നത്. നാം ചിന്തിക്കേണ്ടത്, നാം ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന ആ സമയത്ത് തന്നെ നമുക്ക് സന്തോഷകരമായ ഒരു മുന്നറിയിപ്പും ആഹ്ലാദവും ഉണ്ടാകും. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഫഇൻ കാനത് സ്വാലിഹ, ഒരു നല്ല മനുഷ്യൻ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ ആ മനുഷ്യന്റെ മയ്യത്ത് പൊതിഞ്ഞ്, അതുപോലെ 6 കാലുള്ള ആ മയ്യത്ത് കെട്ടിൽ ആടി ഉലഞ്ഞുകൊണ്ട് ആ മയ്യത്തുമായി പോകുന്ന സമയത്ത് വഇൻ കാനത് സ്വാലിഹ, ഒരു നല്ല മനുഷ്യനാണെങ്കിൽ ആ മനുഷ്യൻ വിളിച്ചു പറയുന്നുണ്ട്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ നിങ്ങൾ വേഗം കൊണ്ടുപോവുക, എന്നെ നിങ്ങൾ അതിവേഗത്തിൽ കൊണ്ടുപോവുക. ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് വാഹനത്തിൽ വിശുദ്ധമായ കഅബയിലേക്ക് പോകുമ്പോൾ ആ വിശുദ്ധമായ ഹറം കാണാനുള്ള ആഗ്രഹം പോലെ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന ഒരു മനുഷ്യൻ അവന്റെ പരലോക ജീവിതത്തിലേക്ക് പോകുമ്പോൾ അവൻ വിളിച്ചു പറയുന്നത്, ഖദ്ദിമൂനി ഖദ്ദിമൂനി, എന്നെ നിങ്ങൾ അതിവേഗത്തിൽ കൊണ്ടുപോവുക. അള്ളാഹുവിന്റെ റസൂൽ വീണ്ടും ഓർമ്മപ്പെടുത്തി, വഇൻ കാനത് ഗൈറു സാലിഹ, ആ മരണപ്പെട്ടു പോയ വ്യക്തി അള്ളാഹുവിനെ ഉൾക്കൊള്ളാതെ, റബ്ബിന്റെ തൗഹീദ് ഉൾക്കൊള്ളാതെ, അവന്റെ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളാതെ ജീവിച്ചിരുന്ന വ്യക്തിയാണെങ്കിൽ ആ മനുഷ്യന്റെ അവസ്ഥയെക്കുറിച്ച്, മരണസമയത്ത് അവന്റെ വിലാപത്തെക്കുറിച്ച് ലോകത്തിന്റെ പ്രവാചകൻ ഓർമ്മപ്പെടുത്തിയത്, കാലത്തിൽ അഹ്ലിഹ, അവനവന്റെ കുടുംബത്തോട് വിളിച്ചു പറയും, യാ വൈലഹ, എന്റെ നാശമേ, എന്റെ കഷ്ടമേ, ഞാൻ ഒരുപാട് പ്രവർത്തിച്ചു, ഞാൻ ദാനധർമ്മം ചെയ്തത്, ഞാൻ നമസ്കരിച്ചത്, ഞാൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് കയ്യടി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു, ജനങ്ങളുടെ സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. എൻ്റെ റബ്ബിന്റെ പ്രീതിയും പൊരുത്തവും ഞാൻ കാംക്ഷിച്ചിട്ടില്ല. യാ വൈലഹ, എൻ്റെ നാശമേ എന്നയാൾ വിളിച്ചുകൊണ്ട്, ഐന യദ്ഹബൂന ബിഹാ, എന്നെ നിങ്ങൾ എവിടേക്കാണ് കൊണ്ടുപോകുന്നത്, എന്നെ നിങ്ങൾ പതുക്കെ കൊണ്ടുപോകൂ എന്ന വിലാപമാണ് ആ മനുഷ്യന്റെ വിലാപമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രവാചകൻ പറഞ്ഞു, യസ്മഉ സൗതഹാ കുല്ല ശൈഇൻ ഇല്ലൽ ഇൻസാൻ, മനുഷ്യനൊഴികെയുള്ള എല്ലാവർക്കും ഈ ശബ്ദം, ഈ മനുഷ്യന്റെ വിലാപം കേൾക്കാൻ കഴിയും. വലൗ സമിഅൽ ഇൻസാൻ, മനുഷ്യനെങ്ങാനും കേട്ടിരുന്നുവെങ്കിൽ, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു മനുഷ്യൻ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അയാളുടെ വിലാപങ്ങളും അയാളുടെ നിലവിളികളും അയാളുടെ സങ്കടങ്ങളും നാം കേട്ടിരുന്നുവെങ്കിൽ ബോധരഹിതനായി താഴെ വീണുപോകും. പ്രിയമുള്ളവരെ, നമുക്കുണ്ടാകേണ്ട ചിന്ത, നമുക്കുണ്ടാകേണ്ട തിരിച്ചറിവ്, ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഭയമില്ലാതെ ആഹ്ലാദത്തോടെ സന്തോഷത്തോടുകൂടി യാത്ര പറയണമെങ്കിൽ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ, മടക്കയാത്രയ്ക്ക് വേണ്ടുന്ന വിഭവങ്ങൾ നാം ഒരുക്കി വെക്കണം. നമ്മുടെ നമസ്കാരമാണ്, കൃത്യമായ നമസ്കാരമാണ്, തൗഹീദ് അനുസരിച്ചുള്ള ജീവിതമാണ്, പലിശയിൽ നിന്ന് മാറി നിൽക്കലാണ്. നമുക്ക് പലരിലും ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടാകും. അള്ളാഹു ഹറാമാക്കി എന്തൊക്കെയുണ്ടോ, നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 1500 രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ മക്കളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഉദരത്തിലേക്ക് എത്താൻ പാടില്ല എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ആ മരണസമയത്ത് ഭയമില്ലാതെ നിർഭയത്വത്തോടുകൂടി യാത്ര പറയാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.